ഇൻസ്റ്റയിൽ ഇതിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു മില്യണായി. $2 million ആയി, 3 million ആയി. ഇത് അങ്ങനെ 16 million വരെ വ്യൂസ് വന്നു. ആൾക്കാർ ഇരു കൈയിൽ നീട്ടി എല്ലാവരും സ്വീകരിച്ചു. ഭയങ്കര സന്തോഷം തോന്നി. ഈ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഇല്ലാത്തവർ വരെ ആ വീഡിയോസ് സ്റ്റാറ്റസ് ഇടുന്ന കണ്ടു വാട്സപ്പില്, പ്രായമുള്ളവരൊക്കെ. എനിക്ക് കല എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു തൃപ്തിക്കും എന്റെ ഒരു സന്തോഷത്തിനും വേണ്ടിയാണ്. സമൂഹത്തിലെ പല പ്രശ്നങ്ങളിലും സ്വന്തമായി നിലപാട് പറയുന്ന വ്യക്തമായ അഭിപ്രായമുള്ള ആളാണ്. ഫേസ്ബുക്കിലാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. നല്ല കമന്റ്സുകൾ വന്നോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാണും, പച്ചത്തെറിയോ. ചിലരങ്ങനെയാണ്, അത് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും അറിയാം അവരൊരു മെയിലാണ്. അത് അവരുടെ സംസ്കാരമായിരിക്കും കാണിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ പപ്പടത്തിലേക്കൊക്കെ എത്തിയത്? ഞാൻ അവരുടെ ഭയങ്കര വലിയ ഫാനാണ് ആ ചാനലിന്റെ. പിന്നെ അവര് വിളിക്കുമ്പോ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഉറപ്പായിട്ടും ക്ലിക്ക് ആവും. ഫുൾ കോമഡിയാണ്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ മലയാളിയുടെ ഇരട്ടത്താപ്പ് തന്നെയല്ലേ അവരതിലൂടെ തുറന്നു കാട്ടുന്നത്. ഞാൻ ബിസാലേട്ടനോട് ചോദിക്കും, ചേട്ടന്റെ അനുഭവങ്ങളാണോ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഞാൻ ഒറ്റ ടേക്കിലൊന്നും എടുക്കുന്നതല്ല, 3-4 തവണ, ചിലപ്പം ഒരു 10 ടേക്കൊക്കെ പോകും. ഹലോ, എല്ലാവർക്കും ഇൻഫ്രെയിം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് റീലുകളിലൂടെ എല്ലാ ആളുകൾക്കും കണ്ട് പരിചയമുള്ള ഒരു കലാകാരിയാണ്. ഈ കലാകാരിയെ പറ്റി പറയുന്ന സമയത്ത് പല ആളുകളും പല കമന്റ്സിലും വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുത്തുകൂടെ, എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ എടുക്കാത്തത്, നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുപാട് കാലമായിട്ട് ശ്രമിച്ചിട്ടാണ് പുള്ളിക്കാരത്തിൻ്റെ ഒരു ഇന്റർവ്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കലാകാരിയാണ് ശ്രീ വിദ്യ വിജയകുമാർ. സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം, നന്നായി പോകുന്നു. ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ തുടങ്ങാന്ന് വിചാരിക്കുന്നു. അതായത് പോസിറ്റീവ് എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ആ കമന്റിന്റെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഒരു കമന്റിലെല്ലാം ഞാൻ കാണുന്ന ഒരു കാര്യം, ആളുകളെല്ലാം പറയാറുണ്ട്, അതായത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് പിന്നെ റീല് ഇടുന്ന ഒരാളാണ്, ഒരു പിന്നെ എന്താണ് ഈ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ ഇടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി നമുക്ക് എല്ലാം ഇഷ്ടമാണ് എന്ന് പറയണ്ട. അത് ഓരോരുത്തരുടെ താല്പര്യവും ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരു ഡ്രസ്സിങ് രീതിയെ പറ്റി ഒന്നും പറയുന്നതല്ല. പക്ഷെ അത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അത് അത്തരം കമന്റുകൾ പറയുന്നതിലൂടെ ആളുകൾ അവരുടെ സ്നേഹം കൂടെയാണ് പങ്കുവെക്കുന്നത്. അത് കേൾക്കുമ്പോ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ഞാനങ്ങനെ ഡ്രസ്സിന് മറ്റുള്ളവരുടെ ഇതിൽ ഞാൻ അങ്ങനെ കമന്റ് ഇടാറില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ വസ്ത്രത്തില്. എനിക്ക് കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നതോ അങ്ങനെയുള്ള വേഷം ഇടുന്നതിനോട് താല്പര്യമില്ല. അപ്പം എനിക്കും കംഫർട്ട് ആയിട്ടുള്ള വേഷമാണെങ്കിൽ എനിക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ഇതുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഡ്രസ്സിങ് അങ്ങനെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഡ്രസ്സിങ് ഓരോരുത്തരുടെ കംഫർട്ട്. അതെ അതെ അതെ, നമുക്ക് ആ സ്വാതന്ത്ര്യം അതിന് വിട്ടുകൊടുക്കാം. ഞാൻ പിന്നെ ആ ഒരു പാറ്റേണിലെ അല്ല ചോദിച്ചത്, മനസ്സിലായി. കമന്റിന്റെ ഇതാണ്. എങ്ങനെയാണ് ഇപ്പൊ ഈ റീൽ എന്ന് പറയുന്ന സമയത്ത് FB ആയാലും ഇൻസ്റ്റ ആയാലും റീലുകളെല്ലാം തന്നെ വൈറൽ റീലുകളാണ് ഉള്ളത്. എങ്ങനെയാണ് ഈ റീൽ രംഗത്തേക്ക് വരുന്നത്? വളരെ യാദൃശ്ചികമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ആദ്യം ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ടിക്ടോക്കിലാണ് ചെയ്ത് തുടങ്ങിയത്. അത് അച്ഛൻ മരിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡിപ്രഷൻ കുറെ നാളത്തേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടിക്ടോക്ക് ഒക്കെ പല ഫ്രണ്ട്സും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ കൊറോണ ടൈമില് നമുക്ക് ലോക്ക്ഡൌൺ കാര്യങ്ങളും വന്നപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അപ്പൊ ആദ്യം ഒരെണ്ണം ചെയ്തപ്പം അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണ് ടിക്ടോക്കിലേക്ക് വരുന്നത്. അങ്ങനെ ടിക്ടോക്കിൽ കുറച്ച് അഡിക്റ്റ് ആയി തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും ടിക്ടോക്ക് നിന്നുപോയി. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ടിക്ടോക്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ കുറച്ച് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അത് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ വീണ്ടും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അത് കഴിഞ്ഞ് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വേറെ ആപ്പൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആദ്യം ഫീൽ ചെയ്തില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പം ഞാനും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമില് ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാം ഞാൻ ആദ്യം ഇല്ലായിരുന്നു, FB മാത്രമായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു തുടങ്ങിയപ്പം പിന്നെ ഓക്കെ ആയി തുടങ്ങി. അങ്ങനെയാണ് റീൽസിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു രണ്ട് തരം പാറ്റേൺ. അതായത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ജെൻസി ആയിട്ടുള്ള ആൾക്കാർ, യൂത്തും എല്ലാം ഉപയോഗിക്കുന്നതാണ്. FB യൂത്ത് ഉപയോഗിക്കാറുണ്ട്, എങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ പ്രായമുള്ള ആൾക്കാരും മധ്യവയസ്കരെല്ലാം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആ രണ്ട് പാറ്റേൺ ആളുകൾക്കിടയിലും വിദ്യ ഭയങ്കര താരമാണ്. അപ്പൊ അത് ഇപ്പം കമന്റുകളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിലേക്കാട് ഉപരിയായിട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ ആൾക്കാർ ഓടി വന്ന് പറയുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ എന്താ ഒരു ഭയങ്കര സുഖം ഉണ്ടാവാറ്? സത്യം പറഞ്ഞാൽ കുറെ പേർക്കൊന്നും എന്നെ കണ്ട അങ്ങനെ മനസ്സിലാവാറില്ല. കാരണം
ഒന്നാമത് ഞാനൊരു അലമാരിയുടെ മുമ്പിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നതും ഇത്ര ഭാഗം എന്റെ കാണുന്നുള്ളല്ലോ, ഫുൾ സൈസ് ആയിട്ട് കാണുന്നില്ല. അപ്പം സൂം ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് അല്ല ആ ടൈമിൽ കാണുന്നത്. അപ്പം ചിലര് ചോദിക്കും വന്നിട്ട് ഇന്ന ആളല്ലേ, അവർക്കൊരു ഡൗട്ടാണ്. അപ്പൊ ഞാൻ പറയും അതെ, ഒരു ചെറിയ ചമ്പലൊക്കെ ഉണ്ടാവും, എന്നാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ കൂടുതലും ഞാൻ ഈ 2 വീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ പോകുന്ന ഒരാളും അല്ല. രാവിലെ ജോലിക്ക് പോയാൽ രാത്രി 8 മണിക്കാ വീട്ടിൽ വരിക. അപ്പോ എന്നാലും ഇപ്പൊ കുറച്ചു പേരൊക്കെ, കാരണം ഞാൻ എന്താണെന്നറിയില്ല, ഇപ്പൊ കുറെ പേരൊക്കെ എന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്കൊരു ചമ്മലുമാണ് അവര് വന്ന് ചോദിക്കുമ്പോ, കാരണം അങ്ങനെ ആ റീലില് കാണുന്ന ഒരു അങ്ങനത്തെ ഒരു രീതിയല്ല എന്റെ നോർമൽ ലൈഫിലുള്ളത്. അപ്പൊ ചിലപ്പോ ഒക്കെ ഒരു ഇത് തോന്നും, എന്നാലും ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ഒരു റീൽ കണ്ടായിരുന്നു, അതായത് എനിക്ക് ആ സോങ് ഓർമ്മയില്ല, എന്താണ് വീട്ടിലെ ഫാമിലി എല്ലാം TV കാണുന്നു, ആ ടിവിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കും, ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് ചമ്മലില്ലാത്ത, ഫിയർ ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പം ഒരു റീല് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് റീൽ ചെയ്യുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഫാമിലിയുടെ മുമ്പിൽ എല്ലാം ഇരുന്ന് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുള്ളതാണ്. പക്ഷെ ആ ധൈര്യവും കാണിച്ച ആളാണ് ഞാൻ മനസ്സിലാക്കുമ്പോൾ. അപ്പം ആ ഒരു കാര്യം അതിലും, അതായത് ഇപ്പം പറയുന്നു നമ്മൾ നോർമലി എന്താണ് ഞാൻ ആ ഒരു രീതിയിലുള്ള ആളല്ല എന്ന് പറയുമ്പോൾ ഇതിലേക്ക് മാറുന്ന സമയത്ത് വേറൊരാളായിട്ട് മാറുകയാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? അങ്ങനെ ആദ്യം ഒന്നും ഫാമിലി ഉൾപ്പെടുത്താറില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഒരുപാട് അവര് വരാറില്ല. അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു അറിയില്ല. ഞാനൊരു റൂം അടച്ചിട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് അതിലിരുന്നാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചേട്ടനോട് ചോദിച്ചു, ഒന്ന് ഇരിക്കാവോ, ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പം കുഴപ്പമില്ല, അവര് ഓക്കെ. അപ്പൊ അവരെ കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല, ബാക്ക് സൈഡിൽ നിന്ന് എടുക്കുള്ളൂ, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അമ്മയൊക്കെ ഒരു ഭയങ്കര പാവാ, ഭയങ്കര സപ്പോർട്ടാണ് അവര്. എന്റെ അമ്മയാണേലും ചേട്ടന്റെ അമ്മയാണേലും അച്ഛനാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ്, ഒന്നിനും എതിര് പറയാറില്ല. അപ്പൊ അത് തന്നെയാണ് എന്റെ ഇതിന് ഒരു തുടക്കം എന്ന് പറയുന്നതും. കാരണം ഭയങ്കര സപ്പോർട്ടാ ഫാമിലി ആ ഒരു രീതിയിലൊക്കെ. എന്റെ ഇഷ്ടത്തിന് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരൊക്കെയാണ്. ചേട്ടനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവര് ഇങ്ങനെ കുറെ ആദ്യമൊക്കെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ചേട്ടൻ ചോദിക്കും. ഞാൻ പിന്നെ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. അത് സാരില്ല, അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്, തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകണ്ട, അങ്ങനെ പറയും കമന്റ്സിൽ നെഗറ്റീവ് വന്നാല്. അപ്പം അവരുടെ സപ്പോർട്ട് എനിക്കുണ്ടെന്നുള്ളത് തന്നെയാണ് ബലം. അതുകൊണ്ട് തന്നെ വീഡിയോസ് അവരുടെ മുമ്പിൽ ചെയ്യുന്നതിൽ എനിക്കൊരു അങ്ങനെ ഒരു ചമ്മല് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ടാണ് നമ്മൾ ഏറ്റവും വലുത് എന്ന് പറയുന്നത്. പല ആളുകൾക്കും കിട്ടാത്തതും, നമ്മളിപ്പം ഒരു സ്ത്രീയെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫാമിലിയിൽ നിന്നുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ നാട്ടുകാരുടേത് രണ്ടാമത്തതാണ്, ഫാമിലിയിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പം അത് മാറി വരുന്നു. പക്ഷെ വിദ്യയെ സംബന്ധിച്ചിടത്തോളം 2 ഫാമിലി, സ്വന്തം ഫാമിലിയും എന്താണ് ഹസ്ബൻഡിന്റെ ഫാമിലിയും ഭയങ്കര സപ്പോർട്ടാണെന്ന് പറയുന്നത് അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അല്ലെ? അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എനിക്കൊരു റിലീഫും കൂടെ ആണല്ലോ ഇത്. അപ്പൊ അവര് നോക്കുമ്പം അവരും ആലോചിക്കുന്ന അത് തന്നെയാണ്. എന്റെ ഇഷ്ടത്തിനും അവരൊരു നല്ല വാല്യൂ തരുന്നുണ്ട്. അപ്പൊ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ഈ ജോലിക്കിടയിൽ എങ്ങനെയാണ് ഈ സമയം കണ്ടത്? അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും മിക്കവാറും ജോലി ഉണ്ടാവും. അതിന് ശേഷം വന്നതിന് ശേഷമാണോ റീലൊക്കെ ചെയ്യുന്നത്? അതെ അതെ, വന്നതിന് ശേഷം മോളുണ്ട്, മോളെ പഠിപ്പിക്കണം. മോൾ ഉറങ്ങിയതിന് ശേഷം ഞാനൊരു 1 hour ഇതിനു വേണ്ടിയിട്ട് എടുക്കും. നേരത്തെ സെലക്ട് ചെയ്തൊന്നും വെക്കില്ല. മോളെ അവളുടെ കൂടെ വേണം കിടക്കാനായിട്ട്, ഉറങ്ങാൻ നേരം കൂട്ട് വേണം. അപ്പൊ ഞാൻ കിടക്കുമ്പോ ഞാനിങ്ങനെ ഏതെങ്കിലും റീൽ ഉണ്ടോന്ന് ഇങ്ങനെ നോക്കും. അപ്പൊ എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഞാൻ അങ്ങ് ചെയ്യും. മോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് കുറച്ചു നേരം പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യും. അങ്ങനെയാണ്. തീർച്ചയായിട്ടും. അത് ഈ ലിപ്സിങ്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പൊ ഒരു സോങ് ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, ആ ലിപ്സിങ്കും അതുപോലെ തന്നെ മുഖത്ത് വരുന്ന ഭാവങ്ങളും ആളുകൾ ഈ പറയുന്ന പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ്. അത് ഭയങ്കര എന്താണ് സിമിലാരിറ്റി, അല്ലെങ്കിൽ അത് കറക്റ്റായി വരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് സത്യത്തിൽ. അതൊരു അനുഗ്രഹമാണ്. പല റീലുകൾ ചെയ്യുന്ന സമയത്ത് റീൽ ഒരു വഴിക്ക്, അവരുടെ ഭാവം ഒരു വഴിക്ക്, വോയിസ് ഒരു വഴിക്ക് എന്ന് പറയുന്നത്, ലിപ്സിങ് ഒരു വഴിക്ക് പോകും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് പരിശീലനത്തിലൂടെ നേടിയെടുത്താണോ അതോ അങ്ങനെ തന്നെ വരുന്നതാണോ? അത് ഞാന് ഒറ്റ ടേക്കിലൊന്നും എടുക്കുന്നതല്ല. 3-4 തവണ, ചിലപ്പം ഒരു 10 ടേക്കൊക്കെ പോകും. ലിപ്പ് ഞാൻ നോക്കും. ഒരിക്കലും നേരത്തെ പഠിച്ചു വെച്ച് ചെയ്യാറില്ല. സ്ക്രിപ്റ്റ് ചെയ്ത് വായിച്ച് അങ്ങനെ ബൈഹാർട്ട് ചെയ്തൊന്നും ചെയ്യുന്ന ആളല്ല. അപ്പൊ പോകുമ്പം പഠിച്ചെടുത്ത് ചെയ്യുന്നതാ. അപ്പോ ലിപ്പ് ഇപ്പൊ എനിക്കതൊരു പെർഫെക്ഷൻ വേണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് എത്രത്തോളം ടേക്ക് പോവോ എനിക്ക് വൃത്തിയാവുന്നിടം വരെ ഞാൻ ചെയ്യും.
അങ്ങനെയാ. എനിക്ക് തോന്നുന്നു എറണാകുളംകാരിയാണ് അല്ലെ? അപ്പം എറണാകുളത്ത് നിന്ന് എന്താണ് ജനിച്ചു വളർന്ന ഒരാൾ ആലപ്പുഴയിലേക്ക് പോകുന്നു. അവിടെ കല്യാണം കഴിച്ച വീട് ആലപ്പുഴയിലാണ്. അപ്പൊ ആലപ്പുഴ കൊച്ചി അത് ഏകദേശം അടുത്ത് തന്നെയാണ്. അപ്പം അവിടത്തേക്ക് മാറിയ സമയത്ത് നമ്മളിപ്പോ എന്താണ് കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ അവിടുന്ന് മോളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഈ റീൽസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ആ ഒരു വിവാഹം കഴിയുന്നതിന്റെ, അതായത് മോളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്തായിരുന്നു? അന്ന് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു വർക്കൊക്കെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു? ഞാൻ പഠിച്ചത് ഗേൾസ് ഹൈസ്കൂളിലാണ്, എറണാകുളം ഗേൾസ് ഹൈസ്കൂളിലാണ്. അവിടെ നിന്നാണ് എന്റെ തുടക്കം. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അന്ന് ഞാൻ ആർട്സ് യൂത്ത് ഫെസ്റ്റ് ആനിവേഴ്സറിക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ 8th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്കും ട്രിപ്പിൾ ഡ്രം പഠിപ്പിക്കുമായിരുന്നു സ്കൂളിൽ. അതിന് ജോയിൻ ചെയ്തു. അങ്ങനെ താളബോധം ഉണ്ടെന്ന് കണ്ടപ്പോ അവിടുത്തെ ഗാനമേള ട്രൂപ്പില് ട്രിപ്പിൾ ഡ്രം പ്ലെയർ ആയിട്ട് തന്നെ എടുത്തു. അവിടുന്നാണ് എല്ലാത്തിന്റെയും വഴിത്തിരിവ്. അങ്ങനെ പിന്നെ ഒരു കലാപഠന കളരി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റൂമുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം തിരുവാതിരയുടെ പ്രാക്ടീസ്, ഈ യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രാക്ടീസ്, ഇതെല്ലാം ഒന്നിച്ചാ നടക്കുന്നത്. അങ്ങനെ എനിക്ക് കല എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ, ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനാണേലും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഡാൻസ് ക്ലാസിക്കലൊന്നും പഠിക്കാൻ പോയിട്ടില്ല. കുഞ്ഞുനാളില് ശാന്തിനികേതൻ ഡേ കെയറിൽ എന്നെ 3 മാസം ഉള്ളപ്പം ആക്കിയതാണ്. അപ്പൊ അവിടെ ആ ഡേ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണിമ മോഹൻ ചേച്ചിയുടെ ഒക്കെ അമ്മ നടത്തിയതാ, ശാന്തി ടീച്ചർ. അപ്പൊ അവിടുന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ബേസ് ഉണ്ട് കേട്ടോ. അതായത് കലാമണ്ഡലം ഗോപിനാഥ് സാറ് അവിടുത്തെ നാടോടി നൃത്തമൊക്കെ പഠിപ്പിക്കുമായിരുന്നു. എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ അതിലാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. ഞാനും ചേച്ചിയും ഫോക്ക് ഡാൻസ് പഠിക്കാൻ അവിടെ ജോയിൻ ചെയ്തായിരുന്നു. അപ്പൊ അന്ന് അഭിനയം അവിടെയുള്ള ചേച്ചിമാര് ചെയ്യുന്നതൊക്കെ കുഞ്ഞിലെ അതൊക്കെ കണ്ടു വളർന്നോണ്ടാന്ന് തോന്നുന്നു കലയോട് ഇത്ര ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളിങ്ങില് ട്രിപ്പിൾ ഡ്രം വായിച്ചു. പിന്നെ +2 ഞാൻ പഠിച്ചത് MGM NSS ലാക്കാട്ടൂരാണ്. ലാക്കാട്ടൂർ എന്ന് പറഞ്ഞാൽ കോട്ടയം. അത് കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്, നമ്മൾക്ക് എന്തും ചെയ്തു തരും. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും തിരുവാതിരയിലേക്ക് ജോയിൻ ചെയ്തു, ഗ്രൂപ്പ് ഡാൻസിൽ ജോയിൻ ചെയ്തു. പിന്നെ ട്രിപ്പിൾ ഡ്രം സ്റ്റേറ്റ് ലെവല് പങ്കെടുത്തു, സിംഗിൾ. അപ്പം അതെല്ലാമാണ് ലൈഫിൽ ഇതായത്. പിന്നെ ഡിഗ്രിക്ക് കയറിയപ്പോഴത്തേക്കും NCC 10th NCCക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ A to C സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആവാൻ പറ്റി. ABC അതിന്റെ അങ്ങനെ NCC അതൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. ഒരു ദിവസം പോലും വെറുതെ ഇരുന്നിട്ടില്ല. നമ്മുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ സ്കൂൾ തലത്തിലൊക്കെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗുരുനാഥന്മാരൊക്കെ തരുന്ന സപ്പോർട്ടും ഈ കലയിൽ, അത് പല ആൾക്കാരും പറയും എന്തിനാണ് നീ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റേതിന് പോകുന്നൊക്കെ പറഞ്ഞാൽ നിരുത്സാഹപ്പെടുന്ന ആൾക്കാരുണ്ട്. ആ സമയം കൂടെ ഇരുന്ന് പഠിക്കൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്, എല്ലാ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു മേഖല ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും, ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. കലയ്ക്കിപ്പോഴും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കലോത്സവത്തിൽ പോലും ഗ്രേഡുകൾ കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം പോകുന്ന ആൾക്കാരും ഉണ്ട്, അതിലപ്പുറത്തേക്കൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ വിദ്യ പറഞ്ഞതുപോലെ ടീച്ചേഴ്സൊക്കെ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഉള്ള ആൾക്കാർ ഉള്ള ഒരു സ്ഥലത്ത് ഒരു വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാജീവിതത്തിലോ ആയിക്കോട്ടെ അല്ല സ്പോർട്സ് ജീവിതത്തിലായിക്കോട്ടെ അത് വളരെ ഒരു പിന്തുണയാണ് അല്ലെ നമുക്ക് തരുന്നത്. ഭയങ്കരമായിട്ടും. കാരണം എന്റെ അച്ഛനും അമ്മയൊന്നും എന്നോട് പഠിക്കാനേ പറഞ്ഞിട്ടില്ല. അങ്ങനെ പഠിത്തത്തിന് വേണ്ടി ഒഴിഞ്ഞിട്ടൊരു എന്താ പറയാ, എനിക്ക് എന്താണോ ഇഷ്ടം അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് എൻ്റെ അച്ഛൻ കൂടുതലായിട്ട് നിന്നിരുന്നത്. അപ്പോ എല്ലാത്തിനും ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ പാരന്റ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ വേണം കുട്ടികൾ വളരാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കോമ്പറ്റീഷൻ അല്ല, നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ചുറ്റുപാടും വേണം. ചിലര് അങ്ങനെയുള്ളവരല്ല, കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ എന്നാലും എന്താ പറയാ, കല എന്ന് പറഞ്ഞാൽ അതൊരു വൈകാരിക ഒരു ഇത് തന്നെയാണ്. കലയെ സ്നേഹിക്കുന്നവർക്ക് ഏത് കലയോടും ഒരു ഇഷ്ടം തോന്നും. ആ കലാകാരന്മാരോടും ഒരു പ്രത്യേക ഒരു അനുകമ്പം നമുക്ക് തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ ഒരാളാണ്. അങ്ങനെ വേണം, നമ്മൾ കലയെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. ഈ റീൽസ് ചെയ്തതിന് ശേഷം ഇപ്പം നല്ല പ്രേക്ഷകരൊക്കെ വന്നു തുടങ്ങി, നല്ല കമന്റ്സ് കിട്ടി തുടങ്ങി, അത്യാവശ്യം ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ള റീൽ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അത് ഇപ്പൊ എന്താണ്, ഒരു കൊതുകിന്റെ ഒരു വീഡിയോ ആദ്യം ചെയ്തിരുന്നു. അതാണ് ശരിക്കും, അത് എന്റെ മനസ്സിൽ, എനിക്ക് ഈ തമിഴൊന്നും അങ്ങനെ വശമില്ല. അപ്പം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് ബാറ്റിൽ കൊതുകിരിക്കുന്നത് മനസ്സിൽ കുറെ നാളുകളായിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം
നസ്രിയ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയില് വൈറലായ ഒരു കുട്ടിയുണ്ട്. അപ്പൊ നസ്രിയ ഇത് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും കുറെ പേര് എനിക്ക് അയച്ചു തന്നു, ഇതുപോലെ ചെയ്തുകൂടെ. അവള് കോമഡി ആയിട്ടാണ് ചെയ്തത്, അപ്പൊ വേറൊരു രീതിയിലാണ് ചെയ്തത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എന്റെ മനസ്സിലുള്ള എന്നാ ഇത് ചുമ്മാ ചെയ്തു നോക്കാം. അപ്പൊ ഞാൻ വേഗം വീട്ടില് ബാറ്റ് ഇരിപ്പുണ്ട് കൊതുകിന്റെ, അങ്ങനെ ബാറ്റ് വെച്ചിട്ട് ആ വീഡിയോ ചെയ്തു. ഞാനത് ജസ്റ്റ് എനിക്കങ്ങനെ ഇങ്ങനെ ഡ്രാഫ്റ്റിലിട്ട് വെക്കുന്ന പരിപാടിയില്ല, അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പൊ ചിലർ വിചാരിക്കും ഇവൾക്ക് രാത്രി ഉറക്കമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കും. ഞാൻ ഇൻസ്റ്റയിലെ പോസ്റ്റ് ചെയ്യുള്ളൂ ആദ്യം, ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. കാരണം ഈ പറഞ്ഞ പോലെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ വരുന്നത് ഫേസ്ബുക്കിലാണ്, കോമൺ ആയിട്ടുള്ളവരാണല്ലോ അതിലുള്ള. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞപ്പോ അന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ, കുറെ വൈകിയാ ഫേസ്ബുക്കിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ഈ ഇൻസ്റ്റയിൽ ഇത് ഇട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് 1 മില്യൺ ആയി. ഞാൻ ഓർത്തത് എന്താ സംഭവം. അപ്പൊ അത്യാവശ്യം നല്ല കമന്റ്സ് വരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലോ. ഇത് 2 മില്യൺ ആയി, 3 മില്യൺ ആയി, ഇത് അങ്ങനെ അത് 16 മില്യൺ വരെ വ്യൂസ് വന്നു. അത്യാവശ്യം അത് വൈറലായി. അപ്പൊ ഞാൻ ഓർത്തു എന്റെ മനസ്സിലെ ഐഡിയ ഇത്രയും പേരെ അക്സെപ്റ്റ് ചെയ്തോന്ന്. ആദ്യമായിട്ട് ഞാനൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യുന്ന അതാണെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഞാൻ ഈ കോൺവെർസേഷൻ എടുത്താ ചെയ്യാറെങ്കിലും മനസ്സിലൊരു ഐഡിയ വന്ന് ചെയ്ത് ഹിറ്റ് ആവുന്നത് അതാണ് ആദ്യത്തെ. പിന്നെ ഈ അടുത്ത് നമ്മളുടെ വരിക്കച്ചക്ക സോങ് ചെയ്തപ്പോ അതും ഇതുപോലെ തന്നെ ആൾക്കാർ ഇരുകൈയും നീട്ടി എല്ലാവരും സ്വീകരിച്ചു. ഭയങ്കര സന്തോഷം തോന്നി. ഈ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഇല്ലാത്തവർ വരെ ആ വീഡിയോസ് സ്റ്റാറ്റസ് ഇടുന്ന കണ്ടു വാട്സപ്പില്, പ്രായമുള്ളവരൊക്കെ. അപ്പൊ അവരൊക്കെ തന്ന സപ്പോർട്ട് കണ്ടപ്പോ ഭയങ്കര ഹാപ്പിയായി. ഒന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല, വൈറലാവാൻ വേണ്ടിയല്ല. അതിനു മുമ്പ് ഞാൻ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് എനിക്ക് തോന്നുന്നു 13 മില്യൺ എന്തോ ആയെന്ന് തോന്നുന്നു. അങ്ങനെ ഈ കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ കോണ്ടന്റ് ഇങ്ങനെ കയറി പോകുന്ന നല്ല റീച്ച് വരുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ, അടുത്തൊരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ നന്നാക്കി ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഇപ്പൊ പല ആളുകളും പറയുന്ന കേൾക്കാറുണ്ട്, ഞാൻ ഒരുപാട് കോണ്ടന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ കയറുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു കോണ്ടന്റ് ക്രിയേറ്ററോട് അല്ലെങ്കിൽ പുതിയ കോണ്ടന്റ് ക്രിയേറ്റിംഗ് രംഗത്തേക്ക് വരുന്ന ആൾക്കാരോട് വിദ്യക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഞാൻ ഇങ്ങനെ വൈറൽ ആവുമെന്നോ ഇത്രയും കമന്റ്സ് വരുമെന്നോ വ്യൂസ് വരുമെന്നോ ഓർത്തൊന്നുമല്ല ചെയ്തിരുന്നത്. ഒരു സമയത്ത് എന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ 400 വ്യൂസ് ഒക്കെ അതിലുള്ളൂ. ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു തൃപ്തിക്കും എന്റെ ഒരു സന്തോഷത്തിനും വേണ്ടിയാണ്. നമ്മൾ അങ്ങനെ വേണം കാണാനായിട്ടും എന്നാണ് ഞാൻ പറയുക. ഒരിക്കലും വ്യൂസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതിന് പിന്തിരിയരുത്. എന്തെങ്കിലും ഒരു ദിവസം നമുക്കും വരും, ആ ഒരു വ്യൂസും എല്ലാം നമുക്ക് കിട്ടും. ഞാനിതുപോലെ ആർക്കും അങ്ങനെ സ്റ്റോറി ഇടാമോ അങ്ങനെയൊന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യാറില്ല. ചിലതിന് വ്യൂസ് കിട്ടും, ചിലതിന് വ്യൂസ് കിട്ടില്ല. പക്ഷെ എനിക്ക് അത് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. പിന്നെ നമ്മൾക്ക് അറിയുന്ന കുറച്ചു പേരെങ്കിലും ഇത് കണ്ട് നമുക്ക് നല്ല കമന്റ്സ് കിട്ടുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അത്രേ ഉള്ളൂ, നിർത്തിപ്പോകേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായിട്ടും. മാത്രമല്ല ഞാൻ വിദ്യയുടെ കോണ്ടന്റുകളൊക്കെ നോക്കുന്ന സമയത്ത് അതൊക്കെ ഒരു പോസിറ്റീവ് കോണ്ടന്റുകളാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പം സോങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കോണ്ടന്റുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു റീച്ച് ഉണ്ടാക്കണം എന്നൊരു തോട്ടൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമുക്കൊരു വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ആ പോസിറ്റീവ് റീലിൽ നിന്നുള്ള റീച്ച് മതി എന്ന് തീരുമാനിച്ചതാണ്. തീർച്ചയായിട്ടും അതൊരു കാരണമാണ്. കാരണം നമ്മൾ ഒരാളുടെ ഇപ്പൊ മനുഷ്യരുടെ ഇടയിലുള്ളവര് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയൊരു അവരുടെ വായിൽ നിന്ന് വീഴുന്ന എന്തെങ്കിലും ഒരു ഡയലോഗ് ചിലർ അതെടുത്ത് കോമഡി ആയിട്ട് ചെയ്തിടാറുണ്ട്. ഞാനത് കണ്ട് ഞാൻ ആസ്വദിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് ചെയ്യുമ്പോൾ എന്തോ അവരെ താത്തി കിട്ടുന്ന ഒരു തോന്നൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ആരെയും കളിയാക്കി ചെയ്യാറില്ല, മാക്സിമം ചെയ്യാറില്ല. ഇനി അബദ്ധവശാൽ എന്തെങ്കിലും ഒരുപാട് വൈറൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എന്നാലും മാനസികമായിട്ട് ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുന്ന വീഡിയോസ് ചെയ്യരുതെന്ന് അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട്. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വീഡിയോസേ ചെയ്യുള്ളൂ എന്ന് മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആണ്. തീർച്ചയായിട്ടും. ചില വെബ് സീരീസുകൾ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് പപ്പടത്തിലുണ്ടായിരുന്നു. പപ്പടം പോലുള്ള വെബ് സീരീസുകളൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്ന വെബ് സീരീസ്. അപ്പൊ ഞാനതിങ്ങനെ നോക്കിയ സമയത്ത് പെട്ടെന്ന് വിദ്യയുടെ മുഖം കണ്ടതുപോലെ തോന്നി. അത് എടുത്തു നോക്കുക വിദ്യയാണ്. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം വെച്ചാൽ നമ്മൾ പുതിയ മേഖലയിലേക്ക് പോകുന്നു. ആ ചെയ്ത വേഷവും നല്ല വേഷമായി, നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നന്നായി തോന്നി. അതിന്റെ കമന്റ്സുകളൊക്കെ വളരെ നന്നായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ആ പപ്പടത്തിലേക്കൊക്കെ എത്തിയത്? പപ്പടത്തിലേക്ക് എത്തിയത് തികച്ചും യാദൃശ്ചികമായിട്ടാണ്. ഞാൻ അവരുടെ ഭയങ്കര വലിയ ഫാനാണ് ആ ചാനലിന്റെ. അപ്പം ഇവരുടെ ഒന്നാമത് നാച്ചുറൽ ആക്ടിങ്, പിന്നെ എനിക്ക് കോട്ടയത്തുകാരാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇവരുടെ ഡയലോഗും സ്ലാങ്ങും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ്. അവരെടുക്കുന്ന തീം എല്ലാം ചിരിക്കുന്നതാണ്. അതും
അവിഹിതമാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ അതില് ഫുൾ കോമഡിയാണ്. വിശാൽ എന്ന് പറഞ്ഞ ചേട്ടനാണ് അതിന്റെ എല്ലാം മിക്ക തോട്ട്സും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എനിക്കറിയുന്ന വിഘ്നേഷ് എന്ന് പറഞ്ഞിട്ട് എരൂര് എന്റെ നെയ്ബർ ഉണ്ട്. അപ്പൊ അവനൊരു ദിവസം ഇങ്ങനെ അതില് പോയി അഭിനയിക്കാൻ വേണ്ടി പോയി. അപ്പൊ അവൻ ഇങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോ ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്, എനിക്ക് ഇവരുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു വിഘ്നേഷ് അത് വിശാലേട്ടനോട് പറഞ്ഞാന്ന് തോന്നുന്നു. അപ്പം ഒരു ദിവസം ഇങ്ങനെ വീഡിയോ ചെയ്താൽ കൊള്ളാന്നുണ്ട്, വിദ്യക്ക് എങ്ങനെയാ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പിന്നെന്താ വരാലോ. പിന്നെ ഞാൻ ഈ ലീവ് എടുത്ത് പോകുന്ന പരിപാടി എനിക്കില്ല. സൺഡേസ് എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നേ. പിന്നെ അവര് വിളിക്കുമ്പോ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഉറപ്പായിട്ടും ക്ലിക്ക് ആവും, ഫുൾ കോമഡിയാണ്. അങ്ങനെയാണ് അവര് വിളിച്ചപ്പം പെട്ടെന്ന് പോയതാ. കോട്ടയത്ത് വെച്ചായിരുന്നു ഷൂട്ട്. കണ്ടന്റ് എനിക്ക് ആദ്യം പറഞ്ഞു തന്നു കേട്ടോ. അത് കേട്ടപ്പോ തന്നെ ഞാൻ തലകല്ലിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒന്ന് അഭിനയിച്ച്, നമ്മൾ ഈ ക്യാമറയുടെ മുമ്പിൽ മീൻസ് ഫോണിന്റെ മുമ്പിൽ നിന്ന് ചെയ്യുന്ന പോലെ അല്ലല്ലോ. പക്ഷെ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ചെന്നിട്ട് ആദ്യമായിട്ടാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയില്ല. നമ്മളെ അത്രമാത്രം ടേക്ക് കെയർ ചെയ്ത് നമ്മളുടെ കൂടെ ഒരാളാണെന്നുള്ള രീതിയിലായിരുന്നു ഷൂട്ടും കാര്യങ്ങളും എല്ലാം. എല്ലാവരും നല്ല സാധാരണക്കാര്, നന്നായിട്ട് എടുക്കാൻ പറ്റി. ഒരു ലൊക്കേഷനൊക്കെ അവര് ഭയങ്കര പ്രിപ്പയർഡ് ആണ്, എവിടെ വേണം, എങ്ങനെ വേണം, സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട്, സ്ക്രിപ്റ്റ് ഒക്കെ കാണിച്ച് അങ്ങനെയാണ് അത് ചെയ്തത്. അവരും ഭയങ്കര നമ്മളെ കംഫർട്ട് ആക്കിയതുകൊണ്ട് അത് അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റി എനിക്ക്. ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, അവിഹിതമല്ലാത്ത ഒന്നോ രണ്ടോ കണ്ടന്റിൽ ഒന്നാണിത്, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള ആ പപ്പടം ടീമിനെ വെച്ച് തന്നെ അടിയിൽ കുറെ ആൾക്കാർ വന്നിട്ട് കമന്റ് ഇങ്ങനെ ഇടും, ഇത് അവിഹിതമാണ്, അതാണ്, ഇതാണ്. പക്ഷെ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ മലയാളിയുടെ ഇരട്ടത്താപ്പ് തന്നെയല്ലേ അവരതിലൂടെ തുറന്നു കാട്ടുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ വിശാലേട്ടനോട് ചോദിക്കും ചേട്ടന്റെ അനുഭവങ്ങളാണോ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കും. വേറൊന്നുമല്ല, എങ്ങനെ ഇങ്ങനെ പുള്ളി അതിനുവേണ്ടി ഇങ്ങനെ ഇരുന്ന് കഥ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു തോട്ട് വന്നു കഴിഞ്ഞാല് ആ തോട്ട് അപ്പൊ തന്നെ സ്ക്രിപ്റ്റ് ആക്കുന്ന ആളാണ്. അപ്പൊ ചേട്ടൻ പറയുന്ന ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതും കോമഡി ആയിട്ട് കാണിക്കാവുന്ന കാര്യങ്ങളാണ്. ചിലപ്പം എങ്ങനെയാ ഇങ്ങനെ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഭയങ്കര കഴിവുള്ള ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന. ഭയങ്കര റിലേറ്റബിൾ ആണ്, ആർക്കെങ്കിലും ഒക്കെ ഉള്ള ഒരു അനുഭവങ്ങളായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയാണ്. പക്ഷെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെല്ലാം ചെയ്യുകയും മറ്റൊരാൾ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മറ്റൊരാൾക്കൊരു പ്രശ്നം വന്നാൽ അവരെ തെറി വിളിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കൂടിയാണ് എന്നുള്ളതാണ്. അതൊക്കെ അവര് കൃത്യമായിട്ട് പറയുകയും കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര ഫാനാണ് അവരുടെ. പിന്നെ ഈ അടുത്ത് ഞാൻ 24-ന്റെ ചർച്ചയിലും കൂടെ കണ്ടായിരുന്നു. അപ്പോ ആ സമയത്തുള്ള കുറെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ സ്വന്തമായിട്ട് വിഷയങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ പല പ്രശ്നങ്ങളിലും സ്വന്തമായി നിലപാട് പറയുന്ന വ്യക്തമായ അഭിപ്രായമുള്ള ആളാണോ? എനിക്ക് അഭിപ്രായമുണ്ട്. രാഷ്ട്രീയത്തിൽ മാത്രം ഞാൻ അങ്ങനെ അഭിപ്രായങ്ങൾ പറയാറില്ല. പിന്നെ ഇങ്ങനെ പുരുഷൻ സ്ത്രീ എന്നൊന്നും പറഞ്ഞ് അങ്ങനെ മാറ്റി മാറ്റി കാണേണ്ട ഒരു കാര്യമല്ല. പിന്നെ ആ ടോക്ക് ഷോ അന്ന് നടന്നത് മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ എന്നുള്ളതായിരുന്നു. അപ്പം അതിനെപ്പറ്റിയാണ് അന്ന് ചർച്ചയുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു പയ്യൻ ഇങ്ങനെ പറഞ്ഞു, എന്താണ് സ്ത്രീകളാണ് കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ടോക്കിന്റെ ഇടയിൽ കട്ട് ചെയ്ത് ഇപ്പൊ വീഡിയോസ് അതിന്റെ വരുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഞാൻ പറഞ്ഞു എന്താ, അവൻ പറഞ്ഞു ഇങ്ങനെ സ്ത്രീകളാണ് കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, പുരുഷന്മാര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളി ബാത്റൂമിൽ പോലും ഇരുന്ന് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ അത് ചോദിക്കുന്നത്, ബാത്റൂമിൽ ഇരുന്ന് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണോ സ്ത്രീകള് പോലും ഫോൺ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാത്റൂമിൽ ഇരുന്ന് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണോ എന്ന് ഞാൻ ചോദിക്കാൻ കാര്യം അതാ. പക്ഷെ റീല് വന്നപ്പോ അത് കട്ട് ചെയ്തിട്ടുള്ള വന്നത്. അപ്പൊ അതെനിക്കൊരു നെഗറ്റീവ് ആയി. പലരും ആ ടോക്ക് ഷോ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എന്റെ ഫോളോവേഴ്സിന്റെ കാര്യം കൂടെ അതിൽ പറഞ്ഞു കേട്ടോ. ആക്ച്വലി പുരുഷന്മാരാണ് കൂടുതലായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഇഷ്ടംപോലെ നല്ല നല്ല പോസിറ്റീവ് കമന്റ്സ് ചെയ്യുന്നവരും ഉണ്ട് അതിന്റെ അകത്ത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ നോക്കി അറിയും, ഫേസ്ബുക്കിലാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്, നല്ല കമന്റ്സുകൾ വന്നോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാണും പച്ചത്തെറി. ഒരു ആവശ്യമില്ല അവിടെ പറയണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല ചെയ്യുന്നത്. പക്ഷെ ചിലരങ്ങനെയാണ്. അത് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും അറിയാം. അവരൊരു മെയിലാണ്, അത് അവരുടെ സംസ്കാരമായിരിക്കും കാണിക്കുന്നത്. ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറില്ല, ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് ഞാൻ ആ ടോക്ക് ഷോയിൽ പറഞ്ഞ പുരുഷന്മാരും എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടാറുണ്ടെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരും അല്ല, ഞാൻ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ എല്ലാവർക്കും കമന്റ്സിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. ഒന്നാമത് ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് അതൊരു വലിയൊരു ടാസ്കാ. പിന്നെ നമ്മൾ 2-3 കമന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ബ്ലോക്ക് ആവും. ഈ FBയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് കണ്ടിന്യൂസ് കൊടുക്കാൻ പറ്റില്ല. അവരപ്പോ പിന്നെ കുറച്ച് നേരത്തേക്ക് സ്റ്റക്ക് ആയി പോകും, കമന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല.
മാത്രമല്ല നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എനിക്ക് എന്താ തരാത്തത്, അതെ 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 അതെ. അതൊരു കുറഞ്ഞ കമന്റ്സുകൾ അല്ലല്ലോ, അതൊരു 10 കമന്റ്സ് ഒക്കെയാണ് നമുക്ക് കൊടുക്കാം. കുറെ പേർക്ക് അത് മനസ്സിലാവും, ചിലരതൊരു വിഷമായിട്ട് പറയാറുണ്ട്, പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് ഒന്ന് കമന്റ് ഇട്ടാൽ തിരിച്ച് റിപ്ലൈ പോലും തരാറില്ല. പക്ഷെ അവര് ചിന്തിക്കുന്നില്ല, ഈ പറയുന്ന ഇത്രയും കമന്റ് വരുമ്പോ എങ്ങനെയാണ് ഈ കമന്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുക. അവരുടെ കമന്റ്സ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ അവര് കാണട്ടെ, എനിക്കും സന്തോഷമാണ് അവരുടെ കമന്റ്സ് കാണുന്നത്. കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്, പക്ഷെ റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. അതെന്റെ ഒരു സമയക്കുറവ് കൊണ്ടാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മനുഷ്യന്മാർക്ക് പറ്റുന്ന ഒരു അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് പറ്റില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടി ഇരിക്കണം, ഈ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ഇരിക്കണം. അതെനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അതുപോലും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അത് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്, നമ്മളത് കാണാത്തത് കൊണ്ടാണ്. കുറെ പേർക്കൊക്കെ മനസ്സിലാവും കേട്ടോ, ചിലര് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ. പിന്നെ ഞാനത് അവരവരുടെ മനസ്സിലെ വിഷമം പറയുന്ന ആണല്ലോ, ഞാൻ അങ്ങനെ കാണുമതിന്.